നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട KJ കൂത്താട്ടുകുളം. 20 വർഷമായിട്ട് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഥാപ്രസംഗ രംഗത്ത്. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണലീശ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണലീശ. മാനോടൊത്തു വളർന്ന് മന്മഥകഥയുടെ ഗന്ധം ഗ്രഹിച്ചിട്ടില്ലാത്ത കണ്വാശ്രമ കന്യക. പക്ഷേ ഈ വൈദേശിക നായികയെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ സഹൃദയരെ, സുഹൃത്തുക്കളെ, അശേഷം സംശയമില്ലാതെ എനിക്ക് പറയുവാൻ സാധിക്കും, പുഷ്പിത ജീവിതവാടിയിലോ. മലയാള കഥാപ്രസംഗ വേദി ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മട്ടിലൊരു വികാസം പ്രാപിച്ചത് കാവ്യങ്ങളിലൂടെയാണ്. ഈ കാവ്യങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പുതിയ കാവ്യാസ്വാദന ബോധം ജനങ്ങളിൽ വളർത്തിയെടുത്തത് കഥാപ്രസംഗകരാണ്. ഇന്നിവിടെ ഈ വരമ്പിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ അതിർവരമ്പുകളില്ലാത്ത നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ കഥാപ്രസംഗ രംഗത്തേക്ക് വരാൻ കാരണം, കുട്ടിക്കാലം മുതലേ എനിക്ക് കഥാപ്രസംഗത്തോട് വലിയ ആരാധനയാണ്, സ്നേഹമാണ്. ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞത് എൻ്റെ 4ാമത്തെ വയസ്സിലാണ്. വീടിൻ്റെ അടുത്തൊരു ഓണാഘോഷം വന്നു കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അവിടുത്തെ സംഘാടകർ കഥ പറയിപ്പിച്ചു. അന്ന് എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയത് കുഞ്ഞാട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും പരിപ്പോടെയാണ്. പിന്നീട് ഇതിലേക്കൊരാഗ്രഹം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടിക്കാലത്ത് സാംബശിവൻ്റെ കഥാപ്രസംഗ കാസറ്റുകൾ കേൾക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആകർഷണ ശക്തി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എനിക്ക് തോന്നി. എൻ്റെ ഉള്ളിലും കുട്ടിത്തമുള്ള മനസ്സിലും തോന്നി, എനിക്കൊരു കാതികനാകണം, ഈ സാംബശിവനെ പോലെയൊക്കെ ഒരു കഥ പറയണം. അതൊക്കെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമാണ്. നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ വീട്ടിലെ പ്രാരാബ്ദവും കാര്യങ്ങളുമായി അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ ആ കലയോടുള്ള ആഗ്രഹം അടങ്ങാതെ കിടന്നു. പിന്നീട് ഞാനത് ആളിക്കത്തിക്കുകയായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയ ഭാഗ്യമുണ്ടായി സാംബശിവൻ്റെ കഥാപ്രസംഗം നേരിട്ട് കേൾക്കാൻ. അന്ന് ഞാൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ പോയി സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടു. അന്ന് സാംബശിവൻ്റെ കഥാപ്രസംഗം തുടങ്ങുന്നത് 1 മണിക്കാണ്, രാത്രിക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അന്നേരം ജനസാഗരമാണ് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ. ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുകയാണ് പാതിരാത്രിക്ക്, പായും തലേണയൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ആ കഥ കേട്ടു. പിന്നെ എൻ്റെ മനസ്സ് തോന്നി, ഇതുപോലെ എന്നൊന്ന് കഥ പറയാൻ പറ്റുന്നത്, സാംബശിവൻ സാറിനെ ഒന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനോ അദ്ദേഹത്തിനോടും സംസാരിക്കാനോ എനിക്ക് പറ്റിയില്ല. പിന്നീട് എന്തെങ്കിലും കാണണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. 1996 നവംബർ മാസം 23-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് എനിക്കൊരു ചെറിയ ജോലിയും കാര്യങ്ങളും ചെറിയ സാമ്പത്തികമൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കഥാപ്രസംഗ കല എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നായി. അതിനു വേണ്ടിയിട്ട് ഞാൻ 2006 കടാമംഗലം സദാനന്ദ സാറിനെ ചെന്ന് കാണുകയാണ്. അദ്ദേഹം എന്നോട് അതിൻ്റെ നിർദ്ദേശങ്ങൾ തന്നു, അനുഗ്രഹിച്ചു. അദ്ദേഹം ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു, കഥ എങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ അദ്ദേഹം അനുഗ്രഹിച്ച് എന്നെ വിട്ടു. വന്ന് ചേന്നമംഗലത്ത്, പറവൂര് ചേന്നമംഗലത്ത് ഞാൻ 3-4 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ KJ കൂത്താട്ടുകുളം എന്ന് അറിയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് എനിക്ക് ആ പേരിട്ടത്, KJ കൂത്താട്ടുകുളം. അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കൈരളി TV-യിൽ കഥ പറയുമ്പോൾ എന്നൊരു പരിപാടിയുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയത്. അപ്പോൾ ഞാനതിലേക്ക് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരെന്നെ വിളിച്ചു. 2008 ആ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഞാൻ അവിടെ 5-6 കഥകൾ അവതരിപ്പിച്ചു. അതോടുകൂടി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടി. ആളുകൾ എന്നെ അറിയാൻ തുടങ്ങി. വീണ്ടും കഥകൾ ബുക്ക് ചെയ്തു തുടങ്ങി. അതുപോലെ ഒരു ചെറിയ കാതികൻ എന്നൊരു ലേബൽ കിട്ടിയത് എനിക്ക് ഈ കഥ പറയുമ്പോൾ എന്ന റിയാലിറ്റി ഷോയിലൂടെ ചെന്നപ്പോഴാണ്. പിന്നീട് ഇഷ്ടംപോലെ അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. കഥാപ്രസംഗ കല എന്ന് പറഞ്ഞാൽ മറ്റുള്ള കല പോലെയല്ലല്ലോ, ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ഓഡിയൻസും അതിൻ്റെ പ്രധാന ഭാഗമാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബഹളമോ ശബ്ദമോ ഉണ്ടായാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്.
ഞാനൊരു നല്ല കഥ പറയുക. ഈ കർണൻ അന്ന് നല്ല രീതിയിൽ ആ കഥ അങ്ങ് പോകുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് സീനിലെത്തി. മഹാഭാരത യുദ്ധം തുടങ്ങുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇരുഭാഗത്തും കൗരവരും പാണ്ഡവരും യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്നു. ഒരു തേരോടി വരുന്നു. തേർത്തട്ടിൽ നിൽക്കുന്നത് അർജുനൻ, ഇന്ത്യൻ പൗരുഷത്തിൻ്റെ പ്രതീകം. വളരെ നല്ല രീതിയിൽ ഞാൻ കഥ അവതരിപ്പിക്കുക. ശ്രീകൃഷ്ണനോട് അർജുനൻ പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ഈ സൈന്യത്തിൻ്റെ മധ്യത്തിലായിട്ട് നിൽക്കട്ടെ ഈ തേര്, ഞാൻ കാണട്ടെ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ഞാൻ ആരെയൊക്കെയാണ് കൊന്നൊടുക്കാൻ പോകുന്നത്, ഞാൻ കാണട്ടെ. ആ സൈഡിൽ നിൽക്കുന്നത് ആരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളുകൂടിനെ എഴുന്നേറ്റ് വെച്ച് ജോബി, ഓനച്ചൻ, സാബു. എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങ് പോയി. ഞാൻ പിന്നെ അത് കാണിക്കാതെ അങ്ങേ സൈഡിൽ നിൽക്കുന്ന ആരൊക്കെ. ഇപ്പോൾ പുള്ളി പറയാ സാബുവിൻ്റെ ഭാര്യ, ജിബിയുടെ പിള്ളേർ. ആകപ്പാടെ ഓർക്കസ്ട്രക്കാരുടെ കൺട്രോൾ പോയി, മ്യൂസിക് വേറെ വഴിക്ക് പോയി. അവസാനം അതിൻ്റെ കമ്മിറ്റിക്കാരാരാണ്ട് വന്ന് ആ പുള്ളിനെ ബുക്ക് എടുത്തുകൊണ്ട് പോയി. പുള്ളിയുടെ ആദ്യം ഒരു ആവേശത്തോടു കൂടി ആ കഥയൊക്കെ കേട്ടോണ്ട്, അതാ പറഞ്ഞേ, ജനങ്ങളുമായിട്ട് നേരിട്ട് സംബന്ധിക്കുന്ന കലയായതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫാൾട്ട് പറ്റിയാലും ഈ കലയെ ബാധിക്കും. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തുടക്കത്തിലായതുകൊണ്ട് ഞാനും ഒന്ന് പാളിപ്പോയി. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, 100 അനുഭവങ്ങൾ. കരളി ടി വിയിൽ കഥ പറയുമ്പോൾ അവിടെ ജഡ്ജസായിട്ട് വന്നിട്ടുള്ളവർ വളരെ പ്രശസ്തരായിരുന്നു. സിനിമാ നടൻ വിജയരാഘവൻ സാറ്, പിന്നെ സാംബശിവൻ്റെ മൂത്ത മകൻ വസുകുമാർ സാർ, അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഗാദ്യം കൂടിയാണ് കേട്ടോ. പിന്നെ തനുജ മാഡം. ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരൊന്ന് ക്ലാസ് എടുക്കും. നല്ല ക്ലാസ്സുകൾ തരും, വിജയരാഘവൻ സാറും എല്ലാവരും തരും. ഇതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ വസന്തകുമാർ സാറും ഞാനുമായിട്ട് നല്ലൊരു പരിചയത്തിലാവാൻ പറ്റി. ഇങ്ങനെ പരിചയത്തിലിരിക്കുമ്പോൾ പുള്ളി കൊല്ലത്ത് സാംബശിവന് അനുസ്മരണം സംബന്ധിച്ചുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ഞാനവിടെ കഥാപ്രസംഗ മേളയ്ക്ക് കഥ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വസന്തകുമാർ സാർ എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ കഥാപ്രസംഗ കലാജീവിതത്തിൽ മറക്കാനാവാത്ത 2 വ്യക്തികളുണ്ട്. ഒന്ന് കൊല്ലത്തുള്ള ഒരു സുധൻ ചേട്ടൻ, പിന്നെ ഒരു യുവകവി അജിത് കോട്ടമുറി. ഇവരെനിക്ക് പരിചയപ്പെടുത്തി തന്നതും വസന്തകുമാർ സാർ തന്നെയാണ്. കാരണം ഇവർ സാംബശിവൻ്റെ കടുത്ത ആരാധകരാണ്. ഈ കഥാപ്രസംഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവരെനിക്ക് ഈ സാംബശിവൻ്റെ കഥകളുടെ കാസറ്റുകൾ, നിരവധി ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തന്ന് എൻ്റെ കഥാപ്രസംഗ കലാജീവിതത്തിന് പ്രോത്സാഹനം നൽകിയവരാണ് അവർ. അവരൊരിക്കലും എനിക്ക് ഈ അവസരത്തിൽ വിസ്മരിച്ച് കളയാൻ പറ്റില്ല. ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ചാരിതാർത്ഥ്യവും ലഭിച്ച നിമിഷം ഏതെന്ന് ചോദിച്ചാൽ, ഞാൻ സാംബശിവൻ്റെ കടുത്ത ആരാധകനായിരുന്നല്ലോ. പിൽക്കാലത്ത് സാംബശിവൻ്റെ മൂത്ത മകൻ എന്നെ കൊല്ലത്തൊരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വിളിക്കുകയാണ്, സാംബശിവൻ അനുസ്മരണത്തിൻ്റെ അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, ഞാൻ വി സാംബശിവൻ സാറിൻ്റെ ജീവിതകഥ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കട്ടെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ സ്ക്രിപ്റ്റ് എനിക്കൊന്ന് അയച്ചു തരുമോ? ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അദ്ദേഹം കണ്ടിട്ട് എന്നെ വിളിച്ചു, ജെയിംസ് 2 ദിവസം മുന്നം എൻ്റെ അടുത്ത് വരണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. അദ്ദേഹം സാംബശിവൻ സാർ ആദ്യമായിട്ട് കഥ പറഞ്ഞ ചവറ തെക്കും ഭാഗത്തുള്ള ഗുഹാനന്ദപുരം ക്ഷേത്രത്തിൻ്റെ ആ സേവപ്പന്തലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ തറവാട് കാണിച്ചു തന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് വി സാംബശിവൻ പണിത ആ വീട്ടിൽ തങ്ങാനൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം അത് ചെയ്തത് എന്താണെന്ന് എനിക്ക് പിന്നെയാണ് അത് മനസ്സിലായത്. ഒരു വ്യക്തിയുടെ ജീവിതകഥ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ, അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, ഇതെല്ലാം സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണമല്ലോ. ആ ഒരു ബോധം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹം എന്നെ ഇത് കൊണ്ടുനടന്ന് കാണിച്ചു. ഞാൻ ആ കഥ അവതരിപ്പിക്കുമ്പോൾ ഈ കഥ കേൾക്കാൻ സാംബശിവൻ്റെ സഹധർമ്മിണി സുഭദ്ര സാംബശിവനും മക്കളും എല്ലാവരും മുന്നിലുണ്ട്. ഈ കഥ അവതരിപ്പിച്ച് തീർന്നപ്പോൾ വസന്തകുമാർ സാറ് ഓടി സ്റ്റേജിലേക്ക് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അതിലെല്ലാം ഉണ്ടായിരുന്നു. ആ സ്നേഹമാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും. പിന്നെ നമ്മൾ കഥാപ്രസംഗത്തിലൊക്കെ ഇച്ചിരി സജീവമായി തുടങ്ങിയപ്പോൾ
ചില കൂട്ടുകാർ കളിപ്പിക്കാൻ വേണ്ടി കഥ ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കും. ഹലോ, ഇന്ന സ്ഥലത്ത് കഥയുണ്ട്, വരണം. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയണേ കളിപ്പിക്കാൻ വിളിക്കണമെന്ന്. ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. ഏഷ്യാനെറ്റിൽ നിന്ന് ഡോക്ടർ അരുൺകുമാർ എന്ന ഒരു 2010 കാലഘട്ടത്തിലാണ്, അന്ന് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്, എന്നെ വിളിച്ചു. ഞാൻ ഡോക്ടർ അരുൺകുമാറാണ്. അപ്പോൾ ഞാൻ കളിപ്പിക്കാനാണെന്ന് വിചാരിച്ച് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരായി നമ്പർ തന്നേ? അപ്പോൾ അരുൺകുമാർ പറഞ്ഞു, വസന്തകുമാർ സാംബശിവനാണ് നമ്പർ തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നുണയല്ല. എന്താണ് സാർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ തമ്മിൽ നിന്നുള്ളൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, അതിൽ കാതികരെ കാണാനില്ല എന്നൊരു വിഷയമാണ്, അതിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി പോയി. ഞാൻ ചെന്നു, ആ പരിപാടി പങ്കെടുത്തു. അങ്ങനെ ഏഷ്യാനെറ്റിൽ കാതികരെ കാണാനില്ല എന്നൊരു പരിപാടി പങ്കെടുക്കാൻ പറ്റി ഈ കഥാപ്രസംഗം കൊണ്ട്. എനിക്ക് പിന്നെ ചെറുപ്പം പോലെ നാടകാഭിനയത്തോടൊക്കെ വലിയ കമ്പം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നീട് ഒരു 2003 ഒരു അവസരം കിട്ടിയത്. 8 MLA അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അതിൽ അഭിനയിക്കാൻ ഒരു വേഷം കിട്ടിയതല്ല ആദ്യമേ, പക്ഷേ വീരപ്പനായിട്ട് അഭിനയിക്കുന്ന ഒരു MLAക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് അതിൻ്റെ ഡയറക്ടർ ചോദിച്ചു, എനിക്കത് ചെയ്യാമോയെന്ന്. ഞാനത് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ലതെന്ന് ആൾക്കാർ പറഞ്ഞു. അതോടുകൂടി എനിക്ക് തോന്നി, ഈ അഭിനയ രംഗത്തും ഒന്ന് പരീക്ഷിച്ചാലോ, അവസരം കിട്ടുവാണെങ്കിൽ. അങ്ങനെയും ഞാൻ നോക്കി. അഭിനയമോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ സുഹൃത്ത് അജിത്ത് കൂത്താട്ടുള്ള എന്നെ വിളിക്കുന്നത്. അദ്ദേഹം ഫേമസ് ആണ്, സിനിമ ആർട്ടിസ്റ്റാണ്. എടാ, നിനക്ക് ഞാനൊരു വേഷം ചെയ്യാം, ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനൊരു കഥ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു, അതിൽ ബിൽബി ഉണ്ട്. അപ്പോൾ കഥ കേട്ടു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സമയത്താണ് ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, ക്യാമറ വർക്ക് ചെയ്യുന്ന അഭിലാഷിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹവും ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തു. ആ ഷോർട്ട് ഫിലിം, ശലഭം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നന്നായിട്ട് ആളുകൾ കണ്ടു. എന്നെ വിളിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കഥാപ്രസംഗ കല ആരംഭിച്ചത് 1924. 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. സത്യദേവനാണ് ഇത് ആരംഭിച്ചത്, ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അന്ന് ഈ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ളൊരു മാധ്യമമായിട്ടാണ് അത് കണ്ടിരുന്നത്. പണ്ട് രാജാവ് ഭരിക്കുന്ന കാലഘട്ടമാണല്ലോ. അന്നത്തെ കവികളെല്ലാം ഈ രാജാക്കന്മാരെ പൂഴ്ത്തിപ്പാടുകയും ഇത് സ്വർഗരാജ്യമാണ് സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞ് കവികളെല്ലാം പാടി നടക്കുമ്പോൾ ഒരു തൻ്റെടക്കാരനായ കവി വന്ന് പറഞ്ഞു, ഇത് സ്വർഗരാജ്യമല്ല, നരകനിബിഡമാണിവിടെ, ഹന്ത കഷ്ടം, ഹര ഹര, ഇങ്ങനെ വല്ല നാടുമുണ്ടോ? ഇവിടെ മനുഷ്യനെ കണ്ടുകൂടാ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. പിന്നെ ഇതെങ്ങനെ സ്വർഗരാജ്യമാകും? നരകനിബിഡമാണിവിടെ, ഹന്ത കഷ്ടം, ഹര ഹര, ഇങ്ങനെ വല്ല നാടുമുണ്ടോ? കുമാരനാശാൻ ഈ സാമൂഹിക ചലനങ്ങൾ പ്രതിഫലിപ്പിച്ച കവിയാണ്. സാവിത്രി അന്തർജനം എന്ന ഒരു ബ്രാഹ്മണ യുവതി ചാത്തൻ എന്ന അവർണ്ണനെ സ്വയംവരം ചെയ്ത കഥ എഴുതാനുള്ള ധീരത, അന്നത്തെ ആ നാടിൻ്റെ ദുരവസ്ഥയിലൂടെ ഇങ്ങനെ ഒരു കാവ്യം ചമയ്ക്കാനുള്ള ചങ്കൂറ്റവും മനുഷ്യസ്നേഹവും കുമാരനാശാന് മാത്രമേ സായത്തമായിരുന്നുള്ളൂ. കുമാരനാശാൻ ആ കൃതിയുടെ, ദുരവസ്ഥ എന്ന കൃതിയുടെ അവസാനം പറയുന്നുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ സ്വയം മാറ്റും അതുകളി നിങ്ങളെത്താൻ. 100 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആ വാചകം ഇന്നും പ്രസക്തമാണ് ഈ കേരളത്തിൽ. 100 വർഷങ്ങൾക്ക് മുമ്പ് കഥാപ്രസംഗത്തിൻ്റെ വേഷവിധാനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ജുബ്ബയും ചപ്പളാങ്കട്ടയും. ഈ ഒരു കലയ്ക്കൊരു ആധുനികമായൊരു മാറ്റം കൊണ്ടുവന്നത്, ആധുനികവൽക്കരിച്ചത് വി സാംബശിവനാണ്. വേഷവിധാനത്തിലും അദ്ദേഹം ഒരു പ്രത്യേക സ്റ്റൈൽ കൊണ്ടുവന്നു. ഈ കലയെ ജനകീയ കലയാക്കി മാറ്റാൻ അദ്ദേഹം അഘോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. കഥാപ്രസംഗ കല വളരെ അനായാസമാണെന്ന് പലർക്കും തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആയാസകരമായ പ്രവൃത്തികളുണ്ട്. ഈ ഓർക്കസ്ട്രക്കാരെ വിളിക്കണം, അവരെ ഈ കഥ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന ചെലവുകൾ കൊടുക്കണം. ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛമാണ്. ഒരു കഥാപ്രസംഗത്തിന് കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛമാണ്. നമ്മളതിൻ്റെ പ്രയാസങ്ങൾ നോക്കിക്കഴിയുമ്പോൾ
പിന്നെ ഇത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഊർജ്ജമുണ്ട് ഈ കലയ്ക്ക്. ഈ കഥാപ്രസംഗ കല ഒരു വൺ മാൻ ഷോയാണെന്ന് പലർക്കും തോന്നുമെങ്കിലും സത്യത്തിൽ അതങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ഓർക്കസ്ട്ര അവരൊരു പ്രത്യേക ഘടകം തന്നെയാണ്. ആ ഓർക്കസ്ട്ര കറക്റ്റായിട്ട് വായിച്ചില്ലെങ്കിൽ നമുക്ക് കഥ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു വൺ മാൻ ഷോ അല്ല. കാതികൻ മാത്രമല്ല ഇതിൻ്റെ ആൾ. കാതികനും ഓർക്കസ്ട്രക്കാരും അത് കാണുന്ന പ്രേക്ഷകരുമാണ് ഇതിലെ ഘടകങ്ങൾ. അവരെല്ലാവരും കൂടെ കൂടിയതാണ് ഈ കഥാപ്രസംഗ കല. മലയാള കവിതകളിൽ മുങ്ങിക്കിടന്ന ഒരു കഥാപ്രസംഗം പിന്നീട് സാംബശിവൻ സാറിൻ്റെ ആ വരവോടുകൂടി ആംഗലേയ സാഹിത്യത്തിൽ നിന്ന് അനവധി രത്നങ്ങൾ അദ്ദേഹം നൽകിയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ. ഒഥല്ലോ അക്കാലത്ത് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനുള്ളൊരു പഠന വിഷയമായിരുന്നു, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രം. പക്ഷേ സാംബശിവൻ അത് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചപ്പോൾ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കണ്ടം കളയ്ക്കാൻ പോകുന്നവർക്കും തെങ്ങ് കയറ്റ തൊഴിലാളികൾക്കും ചായക്കടക്കാർക്കും ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കും എന്തിന് സർവോപരി ഈ കഥാപ്രസംഗ കല, ആ ഒഥല്ലോ എന്ന ആംഗലേയ സാഹിത്യം സ്വന്തം ജീവിതകഥ പോലെ അവരെ ആസ്വദിക്കുകയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് ഒഥല്ലോ എന്ന കഥയിലെ ഒരു ഭാഗം ഞാൻ പറയാം. ഡെസ്റ്റമനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് പാടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അത്ര കണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ല കാര്യമല്ല. കാരണം ഇതാ വരുന്നു അവളുടെ ഭർത്താവ്, ഒരു 6-6 അടി പൊക്കം, അതിനൊത്ത വണ്ണം, ചിരട്ടക്കരി അരച്ച് എണ്ണ ചാലിച്ച് ദേഹത്ത് വാരിപ്പൂശിയ കളറ്, ഒരു പട്ടാളക്കാരൻ്റെ വേഷം, സ്പ്രിങ് പോലുള്ള ചുരുണ്ട തലമുടി, പതിഞ്ഞ മൂക്ക്, കുഴിഞ്ഞ കണ്ണുകൾ, കണ്ടാൽ പേടിയാവും. പക്ഷേ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, സാർ, അങ്ങയുടെ ഭാര്യയെക്കുറിച്ച് വർണ്ണിച്ച് പാടാൻ ആഗ്രഹിക്കുന്ന എളിയ കഥാപ്രസംഗകനാണ് ഞാൻ. എന്താണ് അങ്ങയ്ക്ക് അങ്ങയുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? അങ്ങനെ ചോദിക്കുന്നതിൽ ഔചിത്യമില്ലെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം ഞാൻ പറയാം. അപ്സരസാണെൻ്റെ ഡസ്റ്റമന എന്ന് അദ്ദേഹം തീർത്തും വിളിക്കുന്നില്ല. ഡസ്റ്റമൺ. അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ ഹൃദ്യമായി പാടുമാടും സുസമ്മേളനങ്ങളിൽ. അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ ഹൃദ്യമായി പാടുമാടും സുസമ്മേളനങ്ങളിൽ. എൻ്റെ ഡസ്റ്റമനിക്ക് പാടാനറിയാം, മധുരമായി പാടാനറിയാം, മനോഹരമായി നൃത്തം ചെയ്യാനറിയാം. സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ. ഈ കഥാപ്രസംഗകലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാടാൻ അറിയണം, പിന്നെ പ്രസംഗിക്കാൻ അറിയണം, പിന്നെ അഭിനയിക്കാൻ അറിയണം. ഇതും കൂടെ മൂന്നും കൂടെ സമ്മേളിച്ചൊരു കഥയാണ് കഥാപ്രസംഗം. ചുരുക്കം പറഞ്ഞാൽ ഒരു കഥ പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് അതുപോലെ ജനങ്ങൾക്ക് തോന്നണം. ഒരു വ്യക്തി തന്നെ ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണം, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു സങ്കടക്കാരനുമായി നേരിൽ സംസാരിക്കുകയായിരുന്നു. ഇവിടെ ഷേക്സ്പിയർ ഉദ്ധരിച്ച അതേ വാചകം തന്നെ ഞാൻ പറയുകയാണ്. ഐ ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് എ സ്യൂട്ടർ. സ്യൂട്ടർ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. അത് കാതികൻ്റെ ഭാഷയാണ്. കാതികൻ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക. സ്യൂട്ടർ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് സങ്കടക്കാരൻ, രണ്ടാമത്തത് കാമുകൻ. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് ആദ്യത്തെ അർത്ഥത്തിലാണ്. ഞാനൊരു സങ്കടക്കാരനുമായി നേരിൽ സംസാരിക്കുകയായിരുന്നു. ആരാണ് നിൻ്റെ സങ്കടക്കാരൻ? ആരാണു ദേവാ നിന്ന പ്രിയത്താൽ വേദന തിന്നും അയാളു തന്നെ. ആരാണു ദേവാ നിന്ന പ്രിയത്താൽ വേദന തിന്നും അയാളു തന്നെ. ഓഹോ, കാശി ഇവിടെ വന്നിരുന്നു. പാവം ഉത്തമനാമുപനായകനെ
ഉള്ളഴിഞ്ഞങ്ങു തിരിച്ചെടുക്കൂ, ഉള്ളഴിഞ്ഞങ്ങു തിരിച്ചെടുക്കൂ. നിനക്ക് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞുകൂടാ, അതാണ് നീ ഇങ്ങനെ ശുപാർശ ചെയ്യുന്നത്. ഓ പിന്നെ ശുപാർശ, എന്നർത്ഥന ഇതു തള്ളരുതേ, എൻ പ്രിയൻ എന്നിൽ കൂടുള്ള കാലം, എൻ പ്രിയൻ എന്നിൽ കൂറുള്ള കാലം. ദശവൻ, ഈ ലോകത്തെന്ത് ദുഃഖവും ഞാൻ സഹിക്കാം, നിത്യദാരിദ്ര്യ ദുഃഖം വന്നാൽ പോലും ഞാൻ സഹിക്കാം. പക്ഷേ നീ എന്നെ വഞ്ചിച്ചെന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ ഏത് രീതിയിൽ, എങ്ങനെ, ആരുടെ കൂടെ അങ്ങ് വഞ്ചിച്ചെന്ന് പറയൂ. ഞാൻ അറിയാതെ എന്ത് തെറ്റിയതെന്ന് പറയൂ. അറിയാതെയായി, അറിയാതെ. എടി, പരിശുദ്ധമായ നീലാകാശം നിന്നെ കാണുമ്പോൾ ഭയന്ന് മാറുവടി. നിലാവ് ചുരത്തുന്ന ചന്ദ്രക്കല നിന്നെ കാണുമ്പോൾ മുഖം പൊത്തുവടി. എന്തിനേയും തഴുകുന്ന കുളിർക്കാറ്റ് നിന്നെ കാണുമ്പോൾ ഭയന്നോടുവടി. ഇങ്ങനെ വൈകാരികമായ ഒരു ഭാവങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ കഥാപ്രസംഗം. അത് പെട്ടെന്ന് പൊട്ടിക്കരയാമല്ല, പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഭാവത്തിൽ വേറെ ഭാവമാണ് കയറി വരുന്നത്. അതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് അഭിനയിക്കേണ്ട ഒരു കലയാണ് ഈ കഥാപ്രസംഗം. പിന്നെ പലപ്പോഴും ഓണാഘോഷ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ എന്നോട് കൂട്ടുകാർ ചോദിക്കും, ഒരു പാട്ട് പാടുമോ അല്ലെങ്കിൽ ഒരു കവിതയില്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് നാടകഗാനങ്ങൾ വലിയ ഇഷ്ടമാണ്, അത് ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ പാടാം. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേന്മഴ തൂകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലിനി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥാപ്രസംഗം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എനിക്ക് നേരിട്ട് കണ്ടറിയാം. ഇപ്പോൾ ഇതൊരു ക്യാമറയുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ വിശേഷങ്ങളും കഥയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇത് എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ ഈ അഭിമുഖത്തിനോട് ക്ഷണിച്ച വരമ്പിൻ്റെ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ അകളങ്കമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി.